തിരുവനന്തപുരത്ത് ഗ്രാമീണ മേഖലയിൽ മഴയിലും ചോരാതെ പോളിംഗ് ആവേശം. മഴയ്ക്ക് പിന്നാലെ ചില ബൂത്തുകളിൽ വൈദ്യുതി മുടങ്ങി. ഇതോടെ മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിലാണ് വോട്ടിംഗ് പുരോഗമിക്കുന്നത്. തിരുവനന്തപുരം അരുവിക്കര പൂവച്ചൽ UP സ്കൂളിൽ നിന്നും അനിരു അശോകൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനിരു, വോട്ടിംഗിന്റെ അവസാന മണിക്കൂറിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോഴാണ് തിരുവനന്തപുരത്ത് മഴ ഉണ്ട് എന്നുള്ള വിവരം കൂടി, പ്രത്യേകിച്ചും ഗ്രാമീണ മേഖലകളിലടക്കം ഇത്തരത്തിൽ കറണ്ട് പോലും ഇല്ല, വൈദ്യുതി പോലും മുടങ്ങി. എന്നാലും വോട്ടിംഗ് പുരോഗമിക്കുകയാണ്. അവിടെ നിന്നുമുള്ള വിവരങ്ങൾ. സ്വാതി, വളരെ ആവേശകരമായ നിലയിലാണ് തിരുവനന്തപുരത്ത് പോളിംഗ് പുരോഗമിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ അരുവിക്കര പൂവച്ചൽ UP സ്കൂളിലാണ്. തിരുവനന്തപുരത്ത് നിന്ന് വളരെ ഏറെ ദൂരമുള്ള ഒരു ഗ്രാമീണ മേഖലയാണ് പൂവച്ചൽ. എന്നാൽ ഇപ്പോൾ ഈ ഒരു മേഖലയിൽ കഴിഞ്ഞ 2 മണിക്കൂറായി കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ ഈ ഒരു മഴയെപ്പോലും അവഗണിച്ചുകൊണ്ട് വോട്ടർമാർ ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിൻ്റെ കൊടിയിറക്കിന് വേണ്ടിയിട്ട് ആവേശപൂർവ്വം പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നതാണ്. കുട്ടികളെ അടക്കം എടുത്തുകൊണ്ട് വീട്ടമ്മമാർ തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ പൂവച്ചലടക്കമുള്ള ഗ്രാമീണ മേഖലയിലെ ഏറ്റവും വെല്ലുവിളി എന്ന് പറയുന്നത് വൈദ്യുതിയാണ്. ഇപ്പോൾ ഈ നമ്മൾ കാണുന്ന ഈ ബൂത്തിലടക്കം വൈദ്യുതി ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. പലപ്പോഴും ഇവിടെ മൊബൈൽ വെട്ടത്തിൻ്റെ ഇതിലാണ് ഇപ്പോൾ സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ വോട്ടർമാർക്ക് സാധിക്കുന്നതെന്ന് കാണാം. കൂടാതെ ഇപ്പോൾ ഈ ഒരു സ്കൂളിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഇവിടെ കയറി നിൽക്കാൻ ഒരു ഷട്ടർ കൂടെ ഉള്ളതുകൊണ്ട് വോട്ടർമാർക്ക് അധികം ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നില്ല. എന്നാൽ മറ്റ് സ്ഥലങ്ങളിൽ ഇത് അല്ല സ്ഥിതി. പലയിടത്തും ഈ മഴ കൊണ്ടും വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ അരുവിക്കര മണ്ഡലത്തിൽ കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് 63.62% പോളിംഗ് ശതമാനം. എന്നാൽ 3:30 തന്നെ ഇപ്പോൾ ഇവിടുത്തെ പോളിംഗ് ശതമാനം അത്രയിലേക്ക് ഉയർന്നിട്ടുണ്ട്. 73 ശതമാനം ഇപ്പോൾ 3:30 തന്നെ 63% അരുവിക്കരയിൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ VS ശിവകുമാറാണ് UDF-നായിട്ട് കളത്തിലുള്ളത്. G. സ്റ്റീഫൻ ആണ് LDF-നായി മത്സരിക്കാൻ രംഗത്തുള്ളത്. വിവേക് ഗോപനാണ് BJP-ക്കായി കളത്തിലുള്ളത്. എന്തായാലും ഈ അവസാന നിമിഷം വരെ ഈ പോളിംഗ് ബൂത്തുകളിലേക്ക് വോട്ടർമാരുടെ ശക്തമായ ഒഴുക്ക് തന്നെയാണ്. സ്ത്രീകളടക്കമുള്ള വോട്ടർമാർ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഉച്ചയ്ക്കും ഇവിടെ കനത്ത ആൾക്കാരുടെ നിര തന്നെ ഉണ്ടായിരുന്നു. വോട്ടെടുപ്പിൽ ഓരോ സമയം നീങ്ങും തോറും ആളുകൾ കൂടുതലായി എത്തുകയാണ്. വോട്ടുകളിലെത്തുന്നുണ്ട്, കാറുകളിലായി എത്തുന്നുണ്ട്. മഴ നനഞ്ഞും കുടചൂടിയും വരി നിൽക്കുന്ന വോട്ടർമാരുടെ നീണ്ട നിര തന്നെയാണ് നമുക്ക് പോളിംഗ് ബൂത്തുകളിൽ കാണാൻ കഴിയുന്നത്. ജനാധിപത്യത്തിലുള്ള അവരുടെ ഒരു വലിയ വിശ്വാസമാണ് ഈ ഒരു പ്രതികൂല കാലാവസ്ഥയിലും അവരെ ഈ പോളിംഗ് ബൂത്തുകളിലേക്ക് നയിക്കുന്നത്. കൂടാതെ കനത്ത സുരക്ഷയാണ് ഈ സ്റ്റേഷനുകളിലുള്ളത്. ഓരോ വോട്ടർമാരുടെയും ID-കൾ പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് കേന്ദ്രസേന ഉദ്യോഗസ്ഥരടക്കമുള്ളവർ, പോലീസിന്റെ വിഭാഗങ്ങൾ. ശരി, അത് തന്നെയാണ് അനിരു. എന്തായാലും ഈ അവസാന നിമിഷവും വോട്ട് ഉറപ്പിക്കാനുള്ള തിരക്കിലാണ് ഓരോരോ ആളുകളും എന്നുള്ളതാണ്. കാസർഗോഡേക്ക് പോകാം.